നമസ്കാരം. റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതേപോലെ ഗെയിനിങ് റേഷ്യോ ആൻഡ് കാൽക്കുലേഷൻസ്, ഡിഫറൻസസ് ബിറ്റ്വീൻ ഗെയിനിങ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്ന പുതിയൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് കൂടിയാണിത്. ഇവിടെ ആദ്യം ജനറലായി കുറച്ച് കാര്യങ്ങൾ പറയാം. രണ്ട് പോസിബിലിറ്റീസാണ് ഇവിടെ ഉണ്ടാവാനിടയുള്ളത്. ഒന്ന്, ഗുഡ് വില് ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ റിട്ടയറിംഗ് പാർട്ട്ണർ പുറത്തേക്ക് പോകുന്നു. രണ്ടാമത്തെ പോസിബിലിറ്റി, ഗുഡ് വിൽ ഓൾറെഡി ബുക്കിലുള്ള സാഹചര്യത്തിൽ, ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന സാഹചര്യത്തിൽ അയാൾ റിട്ടയർ ചെയ്യുന്നു. രണ്ട് പോസിബിലിറ്റീസ്. അതിൽ നമ്മൾ ആദ്യത്തെ പോസിബിലിറ്റി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലുള്ളതനുസരിച്ച് ഉള്ളൊരു ഡിസ്കഷൻ നമുക്ക് നടത്താം. ആദ്യം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഗുഡ് വിൽ കാണിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്നത് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഗുഡ് വിൽ ബുക്കിൽ കാണിക്കാത്ത സാഹചര്യത്തിൽ, ഗുഡ് വിൽ ഡസൻറ്റ് അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്, ആ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകൂടെ പറയാം. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് when the goodwill doesn't appear in the balance sheet at the time of retirement. So at that time, goodwill account is to be raised in the books. അതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് പറയുന്നത്. ഗുഡ്വില്ലിൻ്റെ വാല്യൂഷൻ നമ്മൾ നടത്തുക. നമ്മളോട് ഏത് രീതിയിലാണോ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ വാല്യൂഷൻ നടത്തുക. ആ മെത്തേഡിൽ വാല്യൂഷൻ നടത്തുക. ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണ്ടെത്തുക. Then goodwill is to be raised at its full value. So the entry is goodwill account debtor to old partners capital accounts. അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഗുഡ്വിൽ റേസ് ചെയ്യുക. എന്നിട്ട് ഇനി അങ്ങോട്ടുള്ള ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ കാണിക്കുക, അസറ്റ് സൈഡിൽ കാണിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയ എഫക്റ്റ് എവിടെ ഉണ്ടാവും? ക്യാപിറ്റൽ ഉണ്ടാവും. എൻട്രി വിൽ ബി ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. എല്ലാ പാർട്ട്നേഴ്സും, എയും ബിയും സിയും. നമ്മൾ ഇതുവരെയുള്ള ഡിസ്കഷൻ 3 പാർട്ട്നേഴ്സ് ആണല്ലോ ഓൾഡ് പാർട്ട്നേഴ്സ്. അതൊന്ന്. രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ ഒരു ഓൾട്ടർനേറ്റീവ് വേ ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ഏത് വേ എന്ന് തിരഞ്ഞെടുക്കണം. ഈ പറഞ്ഞ രീതിയിൽ ഗുഡ്വിൽ റേസ് ചെയ്യുക, ഫുൾ വാല്യൂവിൽ റേസ് ചെയ്യുക. ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റേസിങ് ഗുഡ്വിൽ അക്കൗണ്ട്, ദി ഗുഡ്വിൽ അക്കൗണ്ട് ഈസ് ടു ബി റിട്ടൺ ഓഫ്. ഗുഡ്വിൽ അക്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യണം. എന്താ എൻട്രി പാസ് ചെയ്യുക? ഗുഡ്വിൽ എന്ന് പറയുന്ന അസറ്റാണ്. അസറ്റിനെ ഇല്ലാതാക്കുമ്പോൾ അസറ്റിന് ക്രെഡിറ്റ്. ഗുഡ്വിൽ അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ആൻഡ് ഡ്യൂ ഡെബിറ്റ് ഷുഡ് ബി ഗിവൺ ടു ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് ഡെബിറ്റ് കൊടുക്കുക, ക്രെഡിറ്റ് ഗുഡ്വില്ലിന് കൊടുക്കുക. ഇതാണ് രണ്ടാമത്തെ പോസിബിലിറ്റി. ആദ്യത്തെ പോസിബിലിറ്റി എന്തായിരുന്നു? റേസിംഗ് ഓഫ് ഗുഡ്വിൽ മാത്രം ഓൾഡ് റേഷ്യോയിൽ. രണ്ടാമത്തെ പോസിബിലിറ്റി, ആദ്യത്തെ ആ ജേണൽ എൻട്രി പാസ് ചെയ്യണം റേസിങ്ങിൻ്റെ സമയത്തുള്ളത്. പിന്നെ രണ്ടാമത് റൈറ്റ് ഓഫ് ചെയ്യണം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ ഡെബിറ്റ് ചെയ്തുകൊണ്ട് 2 എൻട്രി പാസ് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ ഒരു പോസിബിലിറ്റി, ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ അനുസരിച്ചാണ്. മൂന്നാമത്തെ പോസിബിലിറ്റി, ഗുഡ്വിൽ അക്കൗണ്ട് ഈസ് ടു ബി റേസ്ഡ് ഓൺലി ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് റിട്ടയേർഡ് പാർട്ട്ണർ. റിട്ടയേർഡ് പാർട്ട്ണർക്ക് ഗുഡ്വില്ലിൽ എത്ര ഷെയർ ഉണ്ടോ അത്രയും എമൗണ്ടിന് ഗുഡ്വില്ല് റേസ് ചെയ്യുക. എൻട്രി വിൽ ബി ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ദി റിട്ടയേർഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. മൂന്നാമത്തെ ഒരു വേ. എന്താ എൻട്രി? ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ദി റിട്ടയേർഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതിനുശേഷം ഉടനെ തന്നെ ആ ഗുഡ്വില്ല് റൈറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ ആർക്കാ ഡെബിറ്റ് കൊടുക്കുക? ഗുഡ്വില്ല് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റ് ഇല്ലാതാക്കുമ്പോൾ അതിന് ക്രെഡിറ്റ് കൊടുക്കണം. ഡെബിറ്റ് എന്തിനു കൊടുക്കണം? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന്, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ ഗെയിനിങ് പാർട്ട്നേഴ്സിന് ഡെബിറ്റ് കൊടുക്കുക. ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് തന്നെ ആയിരിക്കും. മിക്കവാറും എല്ലാവരും ഉണ്ടാവും, ചിലരില്ലാത്ത സാഹചര്യവും ഉണ്ടായേക്കാം. അപ്പോൾ ഗെയിനിങ് പാർട്ട്നേഴ്സിന് ഡെബിറ്റും ഗുഡ്വിൽ അക്കൗണ്ടിന് ക്രെഡിറ്റും കൊടുക്കുക. അപ്പോൾ അവിടെ എന്താ ഗുഡ്വില്ലിൻ്റെ പ്രത്യേകത? ഫുൾ വാല്യൂ ഓഫ് ഗുഡ്വിൽ ഇല്ല, പകരം റിട്ടയേർഡ് പാർട്ട്നേഴ്സ് ഷെയർ ഇൻ ഗുഡ്വിൽ മാത്രമേ ഉള്ളൂ. അത് റേറ്റ് ഓഫ് ചെയ്യാം. ഈ
പോസിബിലിറ്റീസ് ഒക്കെ പൊതുവേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 അത്ര വലിയ ഒരു ഡിസൈറബിൾ ഒരു പ്രാക്ടീസായി കരുതാത്തതാണ്. റേസിംഗ് ഓഫ് ഗുഡ് വില്ല് പൊതുവേ റെക്കമെൻഡ് ചെയ്യാത്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ പൊതുവെ ഉപയോഗിക്കാറുള്ളത് ഗുഡ് വിൽ അക്കൗണ്ട് ഇല്ലാതെ, ഗുഡ് വിൽ അക്കൗണ്ട് എന്ന അക്കൗണ്ട് തന്നെ ഇല്ലാതെ നമ്മുടെ റിട്ടയർഡ് പാർട്ട്ണർക്ക് ക്രെഡിറ്റും കൊടുക്കും, ഡെബിറ്റ് ഗെയിനിങ് പാർട്ട്നേഴ്സിന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എൻട്രി ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയർഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ജേണൽ എൻട്രി പാസ് ചെയ്തുകൊണ്ട് ആണ് എൻട്രി പാസ് ചെയ്യുന്നത്. അവിടെ റേഷ്യോ ഏതാ എടുക്കേണ്ടത്? ഗെയിനിങ് റേഷ്യോ ആണ് എടുക്കേണ്ടത്. ഈ ഒരു 4ാമത്തെ വേ ആണ് പൊതുവെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. സോ എന്താണ് എൻട്രി? ഇതൊരു യൂണിവേഴ്സൽ എൻട്രി കേട്ടോ. റിട്ടയർമെൻ്റ് ആണെങ്കിലും ഡെത്ത് ആണെങ്കിലും ഒക്കെ ഉള്ളൊരു എൻട്രി ഇതാണ്. അത് ഗെയിനിങ് പാർട്ട്നേഴ്സിന് ഡെബിറ്റും കൊടുക്കുക, കാരണം അവർ ഓൾറെഡി പ്രോഫിറ്റ് ഷെയർ ഗെയിൻ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഡെബിറ്റും കൊടുക്കുക, ക്രെഡിറ്റ് ആർക്ക് കൊടുക്കുക? നമ്മുടെ റിട്ടയർഡ് പാർട്ട്ണർ സാക്രിഫൈസ് ചെയ്ത് സ്ഥാപനത്തിൽ നിന്ന് പോകുന്നത്. അവരെന്താ സാക്രിഫൈസ് ചെയ്തത്? പ്രോഫിറ്റ് ഷെയർ. അവർക്ക് ക്രെഡിറ്റും കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഒരു യൂണിവേഴ്സൽ ഒരു മെത്തേഡ്, ഒരു ജേണൽ എൻട്രി. എല്ലായിടത്തും ഒരുപോലെ ഈവൻ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് പിന്നെ ഈ ഗെയിൻ ചെയ്യുന്ന ആൾക്ക് ഡെബിറ്റും സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്ക് ക്രെഡിറ്റും. അഡ്മിഷൻ്റെ സമയത്ത് ഗെയിൻ ചെയ്യുന്നത് ആരാണ്? ഇൻകമിങ് പാർട്ട്ണറാണ്, പുതിയ പാർട്ട്ണറാണ് ഗെയിൻ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡാണ് പൊതുവെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു മെയിൻ പോസിബിലിറ്റി, അതായത് 2 രീതിയിലാണല്ലോ നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കേസിലും ഗുഡ് വിൽ അക്കൗണ്ട് ഡസൻറ്റ് അപ്പിയർ ഇൻ ബാലൻസ് ഷീറ്റ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. ഇനി ഗുഡ് വിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലോ? നമ്മൾ അഡ്മിഷൻ്റെ സമയത്തും പറഞ്ഞൊരു കേസാണത്. ഗുഡ് വില് ബുക്കിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ, ബാലൻസ് ഷീറ്റിൽ ഉണ്ട് എങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കറണ്ട് വാല്യൂഷൻ നമ്മൾ നടത്തും. എല്ലാ റീവാല്യൂഷൻ ഓഫ് അസറ്റ് ലയബിലിറ്റി നടത്തുന്ന കൂട്ടത്തിൽ ഗുഡ് വില്ലിൻ്റെ വാല്യൂ നമ്മൾ റീവാല്യൂഷൻ നമ്മൾ നടത്തും. അപ്പോൾ നമ്മൾ നടത്തിയ റീവാല്യൂഡ് ഗുഡ് വില്ലും ബാലൻസ് ഷീറ്റിലെ ഗുഡ് വില്ലും നമ്മൾ കമ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റിലെ ഗുഡ് വില്ല് കുറവാണെങ്കിൽ ആ ബാക്കി ഭാഗം നമ്മൾ റേസ് ചെയ്യാം. ഓക്കെ, അത് കുറവാണെങ്കിൽ അത് കൂട്ടിക്കാണിക്കുക. അപ്പോൾ ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾഡ് റേഷ്യോ, ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഗുഡ് വില്ല് ബാലൻസ് ഷീറ്റിൽ ഇപ്പോഴുള്ള ഗുഡ് വില്ല് കൂടുതലാണെങ്കിൽ, നമ്മൾ രണ്ടാമത് റീവാല്യൂ ചെയ്തല്ലോ ഗുഡ് വില്ല്, ആ ഗുഡ് വില്ല് കുറവും ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ ഉള്ള ഗുഡ് വില്ല് കൂടുതലും ആണെങ്കിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുക, ആ ഗുഡ് വില്ലിനെ കുറച്ച് കാണിക്കുക. അപ്പോൾ എന്തായിരിക്കും എൻട്രി? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട്. എത്രയാണോ കൂടുതലായിട്ടുള്ളത് അത് കുറച്ച് കാണിക്കുക, എന്നിട്ട് റിയൽ വാല്യൂയിലേക്ക് ഗുഡ് വില്ലിനെ കൊണ്ടുവരിക. അപ്പോൾ അവിടെ ഓൾഡ് റേഷ്യോ ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത്. സോ ഇതാണ് ഇൻ ജനറൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ. അപ്പോൾ ഇനി നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 റെക്കമെൻഡ് ചെയ്യുന്ന മെത്തേഡ്സിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, so treatment of goodwill. Treatment of goodwill. Journal entry to adjust goodwill of the retiring partner. Remaining partner, ഇതാണ് ഞാൻ പറഞ്ഞല്ലോ AS10 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 റെക്കമെൻഡ് ചെയ്യുന്നൊരു മെത്തേഡ് ഇതാണ്. ടെക്സ്റ്റിൽ പൊതുവെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള മെത്തേഡ്സാണ് ഇപ്പോൾ ഞാൻ കുറച്ച് സമയം കൊണ്ട് മുഴുവനായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അതൊന്ന് റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ അതിനെപ്പറ്റിയുള്ളൊരു കവറേജ് നിങ്ങൾക്ക് കിട്ടും. സോ ദ എൻട്രീസ് റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ഇൻഡിവിജ്വലായി ഓരോരുത്തരെയും ഗെയിനിങ് റേഷ്യോയിൽ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത് ഗെയിനിങ് റേഷ്യോ ആണ് എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഗുഡ് വിൽ അക്കൗണ്ടിനെ തന്നെ ഓപ്പൺ ചെയ്യുന്നില്ല. സോ ഇതാണ് അതിൻ്റെ ഒരു യൂണിവേഴ്സൽ എൻട്രി. ഇവിടെ റിമൈനിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ അത് ആരായിരിക്കണം? എല്ലാ റിമൈനിങ് പാർട്ട്നേഴ്സും ഇല്ല, പകരം ഗെയിൻ ചെയ്ത റിമൈനിങ് പാർട്ട്നേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് പ്രത്യേകം ഓർക്കുക. അതുകൊണ്ടാണ് ഈ ഗെയിനിങ് റേഷ്യോയുടെ സഹായം തേടുന്നത്. ഇനി ഗെയിൻ ചെയ്യാത്തൊരു പാർട്ട്ണറുണ്ടെങ്കിൽ അയാളുടെ നേരെ എഴുതേണ്ട എമൗണ്ട് 0 ആയി പോകും. ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അയാൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കൊടുക്കുകയാണ്, ക്യാപിറ്റലിനോട് കൂടി ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ഗുഡ് വിൽ അഡ്ജസ്റ്റഡ് ബൈ ഡെബിറ്റിംഗ് റിമൈനിങ് പാർട്ട്നേഴ്സ് ഇൻ ദിയർ ഗെയിനിങ് റേഷ്യോ. നമ്മൾ ക്വസ്റ്റനിലേക്ക് കിടക്കുന്നു. A, B and C are partners in a firm sharing profits in the ratio 5:3:2. A, B, C 5:3:2 old ratio.
A retires from the firm and goodwill of the firm is valued at 1,20,000. എ പിരിഞ്ഞു പോകുന്നു, ആ സമയത്ത് നമ്മൾ ഗുഡ്വില്ലിൻ്റെ വാല്യൂഷൻ നടത്തി. അപ്പോൾ 1,20,000 ഗുഡ്വില്ലിൻ്റെ വാല്യൂ എന്ന് നമ്മൾ കണ്ടെത്തുന്നു. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് വിൽ ബി ഈക്വൽ. അപ്പോൾ പുതിയ റേഷ്യോ എന്തായിരിക്കും? 1:1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ റിലേറ്റീവ് റേഷ്യോ ഒക്കെ മാറി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും റിട്ടയർ ചെയ്തിട്ടുള്ളത് ആരാണ് റിട്ടയർ ചെയ്തിട്ടുള്ളത്? എ ആണ്. അതായത് 5/10 ആളാണ് റിട്ടയർ ചെയ്തത്. ബാക്കി 3:2 ആണ്. അപ്പോൾ അവരുടെ ന്യൂ റേഷ്യോ 3:2 ആണെങ്കിൽ റിലേറ്റീവ് റേഷ്യോയിൽ മാറ്റില്ല എന്ന് പറയാം. പക്ഷേ ഇവിടെ ന്യൂ റേഷ്യോ 1:1 ആണ്. അപ്പോൾ ഗെയിനിങ് റേഷ്യോ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഗെയിനിങ് റേഷ്യോ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. അപ്പോൾ ആരുടെയൊക്കെ കണ്ടത്? എ പിരിഞ്ഞു പോയല്ലോ, ബിയും സിയും. ബിയുടെ ഗെയിൻ, ബിയുടെ ഓൾഡ് ഷെയർ 3/10. ഓൾഡ് ഷെയർ, ന്യൂ ഷെയർ 1/2. അപ്പോൾ ന്യൂ ഷെയർ മൈനസ് 1/2 മൈനസ് 3/10. യു വിൽ ഗെറ്റ് 2/10. സിയെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഷെയർ 1/2 മൈനസ് ഓൾഡ് ഷെയർ 2/10 is equal to 3/10. The ratio, gaining ratio 2:3. Goodwill of the firm 1,20,000. അതിൽ എക്ക് എത്ര കൊടുക്കേണ്ടത് നമ്മൾ നോക്കുക. 1,20,000 ഇൻറ്റു ഇയാളുടെ ഷെയർ 5/10. 60,000 അയാൾക്ക് കൊടുക്കണം. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുക? അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുക. ഡെബിറ്റ് ആരുടെ അടുത്ത് നിന്നാണ് എടുക്കേണ്ടത്? ഈ എമൗണ്ട് ആരുടെ അടുത്ത് നിന്നാണ് പിടിച്ചെടുക്കേണ്ടത്? ഗെയിൻ ചെയ്തിട്ടുള്ള പാർട്ട്നേഴ്സായ ബിയും സിയും. ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. കാൽക്കുലേഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ഗെയിനിങ് റേഷ്യോ ആണ് നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള റേഷ്യോ. 2/5 ബിക്കും 3/5 സിക്കും. അപ്പം ബിയുടെ അടുത്ത് നിന്ന് 24,000 പിടിച്ചെടുത്തു, സിയുടെ അടുത്ത് നിന്ന് 36,000 പിടിച്ചെടുത്തു. എക്ക് അത് കൊടുക്കുകയും ചെയ്തു 60,000 രൂപ. എസ് ഷെയർ ഓഫ് ഗുഡ്വിൽ അഡ്ജസ്റ്റഡ് ബൈ ഡെബിറ്റിംഗ് ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അടുത്തത് വേറൊരു ചോദ്യമാണ്. അതായത് ന്യൂ ഷെയർ ഒക്കെ തരുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട എല്ലാ റിമൈനിങ് പാർട്ട്നേഴ്സിനും ഗെയിൻ ഉണ്ടാകും എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ചില കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് നഷ്ടമായിരിക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവുക, അല്ലാതെ ഗെയിൻ അല്ല. കാരണം മൊത്തം നമ്മൾ റിലേറ്റീവ് റേഷ്യോ അല്ല നമ്മൾ എടുക്കുന്നത്. ഓൾഡ് റിലേറ്റീവ് റേഷ്യോ എന്നൊക്കെ മാറി വേറൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റേഷ്യോ എടുക്കുമ്പോൾ ചില പാർട്ട്നേഴ്സിന് നഷ്ടവും പറ്റും, എല്ലാവർക്കും ലാഭം കിട്ടും എന്നുള്ളൊരു ചിന്ത വേണ്ട. Sometimes at the time of retirement, as per new ratio, some of the remaining partners' share may also be lost. അപ്പം റിട്ടയർഡ് പാർട്ട്ണറുടെ ഷെയർ മാത്രമല്ല, റിമൈനിങ് പാർട്ട്ണറിൽ ചിലരുടെ ഷെയറും ലോസ് ആയേക്കാം. എല്ലാവരുടെ ഷെയറും ലോസ് ആവുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല. ചില ആളുകളുടേത് ലോസ് ആയേക്കാം, ഒരു റയർ പോസിബിലിറ്റിയാണ്. ഇൻ സച്ച് കേസ്, such remaining partners capital account will also be credited for the share lost by him. The journal entry will be. അതിനാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇങ്ങനെ നഷ്ടം സംഭവിക്കുന്ന, ഭാവിയിൽ പ്രോഫിറ്റ് ഷെയറിൻ്റെ കാര്യത്തിൽ നഷ്ടം സംഭവിക്കുന്ന കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും കോമ്പൻസേഷൻ കൊടുക്കണം. അപ്പം അതിനുള്ള യൂണിവേഴ്സൽ എൻട്രിയാണ് ഞാൻ പറഞ്ഞത്. ഗെയിനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കുക, എല്ലാ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിനും ക്രെഡിറ്റും കൊടുക്കുക, ഇൻക്ലൂഡിങ് റിട്ടയർഡ് പാർട്ട്ണർ. റിട്ടയർഡ് പാർട്ട്ണറും സാക്രിഫൈസ് ചെയ്തിട്ടാണ് പോകുന്നത് പ്രോഫിറ്റ് ഷെയർ. അതേപോലെ ഏതെങ്കിലും കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അതിന് കോമ്പൻസേഷൻ കൊടുക്കണം, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് വഴി. സോ ദ എൻട്രി വിൽ ബി ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ഗെയിനിങ് റേഷ്യോയിൽ ടു റിട്ടയർഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സിൽ ആർക്കെങ്കിലും നഷ്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുക്കുക. ഈ രീതിയിലാണ് കണ്ടെത്തേണ്ടത്. ഗുഡ്വില്ലിൽ അവരുടെ ഷെയർ, സാക്രിഫൈസ് ചെയ്ത ഷെയർ എത്രയാണ് നോക്കിയിട്ട്. ഇത് വളരെ അപൂർവമായിട്ട് പരീക്ഷയിൽ ചോദിക്കാറുള്ളൂ. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവുകയാണ്, ഇങ്ങനെ ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട്. ഇഫ് ദി ഷെയർ ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്ണർ ബിക്കം ലെസർ ആഫ്റ്റർ റിട്ടയർമെൻറ്റ്, ഏതെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയർ കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം? A, B and C are partners sharing in the ratio 3:2:1. B retires from the firm. B പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ബിൻ്റെ റേഷ്യോ എത്രയാണ്? 2/6. After B's retirement, A and C decide to share profits in the ratio of 1:2. അപ്പോൾ അവരുടെ ശരിക്കുള്ള റേഷ്യോ എത്രയാണ്? എയും സിയും 3:1 ആണ്. അത് നേരെ മാറ്റിയിട്ട് ഇവർ എന്താക്കി? 1:2 എന്നുള്ള റേഷ്യോ ആക്കി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതായത് പിരിഞ്ഞു പോയതാരാണ്? ബി ആണ് പിരിഞ്ഞു പോയത്. എക്ക് 3ക്ക് അർഹത ഉണ്ടായിരുന്ന എക്ക് ഇനി എത്രയേ ഉള്ളൂ? 1/3 ഉള്ളൂ. ആദ്യം 3/6 ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം എക്ക് നഷ്ടം കാര്യമായി സംഭവിച്ചു. സപ്പോസ് ദ ഗുഡ്വിൽ ഓഫ് ദി എൻറ്റയർ ഫേം ടു ബി വാല്യൂഡ് അറ്റ് 48,000. മൊത്തം വാല്യൂ ഗുഡ്വിൽ 48,000.
past necessary journal entry. Old ratio 3:2:1. New ratio between A and C 1:2. Gaining ratio new share minus old share. എയുടെ ഗെയിൻ നമ്മൾ നോക്കുകയാണ് 1/3 ആദ്യം ഇപ്പോൾ 1/3 ആണ്. ആദ്യം ഉണ്ടായിരുന്നത് 3/6 ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഗെയിൻ ഉണ്ടാവും എന്ന് വിചാരിച്ച് കാൽക്കുലേറ്റ് ചെയ്താണ്. പക്ഷെ സംഭവിച്ചത് എന്താ, നഷ്ടമാണ് അയാൾക്കുള്ളത്. 1/6 സാക്രിഫൈസ്. സിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, അയാൾക്ക് ന്യൂ ഷെയർ 2/3 ആണ്, ഓൾഡ് ഷെയർ 1/6 ആണ്. അയാൾക്ക് 3/6 ഗെയിൻ ഉണ്ടായിരിക്കുന്നു. സോ സി's ഗെയിൻ 3/6. It constitutes B's share 2/6 and A's sacrifice 1/6. രണ്ട് ആൾക്കാർക്ക് നഷ്ടം പറ്റി. റിട്ടയർഡ് പാർട്ട്ണർക്ക് മാത്രമല്ല നഷ്ടം പറ്റിയത്, ബിക്ക് 2/6 നഷ്ടമുണ്ടായി. അയാളുടെ റിട്ടയർഡ് പാർട്ട്ണറാണ്, സ്വാഭാവികമാണ്. പക്ഷെ എ എന്ന് പറയുന്ന കണ്ടിന്യൂയിങ് പാർട്ട്ണർക്ക് 1/6 ഫ്യൂച്ചർ പ്രോഫിറ്റിൽ നഷ്ടം സംഭവിച്ചു. അപ്പോൾ അയാൾക്കും കോമ്പൻസേഷൻ കൊടുക്കണം ഗുഡ് വില്ലിൻ്റെ രൂപത്തിൽ. ഗുഡ് വിൽ ഓഫ് ദി ഫേം 48,000. ബീസ് ഷെയർ ഓഫ് ഗുഡ് വിൽ, ബി എന്ന് പറയുന്നത് റിട്ടയർഡ് പാർട്ട്ണറാണ്, അയാളുടെ ഷെയർ എന്ന് പറയുന്നത് 2/6 ആണ്, 16,000. 16,000 രൂപ അയാൾക്ക് കൊടുക്കുന്നു. ആസ് പെർ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓൺ റിട്ടയർമെൻറ്റ്, എ സാക്രിഫൈസ് 1/6 ഓഫ് ഹിസ് ഷെയർ ഇൻ ഫേവർ ഓഫ് സി. എ എന്ത് ചെയ്തിട്ടുണ്ട്, സിക്ക്, എ എന്ന് പറയുന്നത് രണ്ടാൾക്കാരും തുടരുന്ന പാർട്ട്നേഴ്സാണ്, പക്ഷേ എ സാക്രിഫൈസ് ചെയ്തു, സിക്ക് ഗുണം കിട്ടി. സി ഷുഡ് ഓൾസോ കോമ്പൻസേറ്റ് എ. ബിക്ക് മാത്രം കോമ്പൻസേഷൻ കൊടുത്താൽ പോരെ, എക്കും കൊടുക്കണം. The amount of compensation will be equal to the proportionate amount of firm's goodwill. എയുടെ കോമ്പൻസേഷൻ എത്രയായിരിക്കും? 48,000 into 1/6, 8,000. അതേപോലെ ബിയുടെ സാക്രിഫൈസ് നമ്മൾ കണ്ടു, ബിക്ക് കൊടുക്കേണ്ടത് 16,000 രൂപയാണ്. ഇത് രണ്ടും ആര് കൊടുക്കണം? സി കൊടുക്കണം. സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ബിക്ക് 16,000, റിട്ടയർഡ് പാർട്ട്ണറാണ്, എക്ക് 8,000. ഈ കാൽക്കുലേഷൻ നോക്കൂ, ഈ ആരോ മാർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബീയിങ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ ഓൺ ബീസ് റിട്ടയർമെൻറ്റ്. എൻട്രി എന്താണ്? ഇതാണ് ഗെയിൻ ചെയ്ത പാർട്ട്ണർ, അയാൾക്ക് ഡെബിറ്റ് കിട്ടി. ഇത് സാക്രിഫൈസ് ചെയ്ത പാർട്ട്നേഴ്സാണ്, അവർക്ക് ക്രെഡിറ്റും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. എ, ബി, സി ആൻഡ് ഡി 4 പാർട്ട്നേഴ്സ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 4:3:2:1. സി റിട്ടയേഴ്സ്, ഈ മൂന്നാമത്താണ് റിട്ടയർ ചെയ്യുന്നത്, 2/10. ഇതിൻ്റെ ആളാണ് റിട്ടയർ ചെയ്യുന്നത്. സി റിട്ടയേഴ്സ് ഫ്രം ദി ഫേം and the continuing partners decided to share profits and losses equally. ബാക്കിയുള്ള പാർട്ട്നേഴ്സ് 1:1:1 റേഷ്യോയിലാണ് പിന്നെ പ്രോഫിറ്റ് വീതിക്കുന്നത്. ഇനി അങ്ങോട്ട് ഗുഡ് വിൽ ഓഫ് ദി ഫേം വാസ് വാല്യൂഡ് അറ്റ് 60,000 rupees. പാസ് നെസറി ഗുഡ് വിൽ, നെസറി ജേണൽ എൻട്രി ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ. ഓൾഡ് റേഷ്യോ ABCD 4:3:2:1. റിട്ടയർ ചെയ്യുന്നത് ആരാണ്? സി എന്ന് പറയുന്ന പാർട്ട്ണറാണ് റിട്ടയർ ചെയ്യുന്നത്. അതായത് 2 ഇതിൻ്റെ ആളാണ്. എയും ബിയും ഡിയും തമ്മിലുള്ള അനുപാതം പുതിയ റേഷ്യോ 1:1:1. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എക്കും ബിക്കും ഡിക്കും ലാഭമാണുള്ളത്, ഗെയിൻ ആണെന്നുള്ളതെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ്. ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. എ ഗെയിൻ ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കുന്നു. എക്ക് ഇപ്പോൾ ഉള്ളത് 1/3, ആദ്യം ഉണ്ടായിരുന്നത് 4/10. നമുക്ക് 1/3 - 4/10 ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മൈനസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇയാളുടെ നഷ്ടമാണ്. ഇയാൾ കണ്ടിന്യൂയിങ് പാർട്ട്ണറാണ്, പക്ഷേ ഇയാൾക്ക് നഷ്ടമുണ്ടായിരുന്നു. ബിയുടെ ഗെയിനോ, ബിക്ക് 1/3, ആദ്യം ഉണ്ടായിരുന്നത് 3/10. 1/3 - 3/10, അപ്പോൾ 1/30 കിട്ടുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. At the time of retirement, retiring partner, here C also sacrifices share in favor of gaining partners. സിയുടെ സാക്രിഫൈസ് എത്രയാണ്? അത് അയാൾ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറാണല്ലോ, തീർച്ചയായിട്ടും 2/10, 6/30. ഡിയെ സംബന്ധിച്ചിടത്തോളം എന്താ സ്ഥിതി? ഡിക്ക് ആദ്യം ഉണ്ടായിരുന്നത് വെറും 1/10 ആണ്, ഇപ്പം അയാൾക്ക് കിട്ടിയത് 1/3 ആണ്. അയാളുടെ ഗെയിൻ നോക്കൂ, 7/30. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായത് മിസ്റ്റർ ഡിക്കാണ്. അപ്പോൾ ഡി ആർക്കൊക്കെ കാശ് കൊടുക്കാനുണ്ട്? ഇപ്പോൾ റിട്ടയർ ചെയ്ത സിക്ക് ഈ എമൗണ്ടിന് തത്തുല്യമായിട്ടുള്ള ഗുഡ് വില്ല് കൊടുക്കണം, അതേപോലെ എക്കും കൊടുക്കണം. മനസ്സിലായല്ലോ? അതാരാണ് കൊടുക്കേണ്ടത്? ഡിയും ബിയും കൂടി ചേർന്നാണ് കൊടുക്കേണ്ടത്. കാരണം രണ്ട് കൂട്ടരും ഗെയിൻ ചെയ്തിട്ടുണ്ട്. അതെ, ബി എന്ന് പറയുന്ന കണ്ടിന്യൂയിങ് പാർട്ട്ണർ, ഡി എന്ന് പറയുന്ന കണ്ടിന്യൂയിങ് പാർട്ട്ണറും ചേർന്നിട്ട് വേണം കൊടുക്കാൻ. രണ്ട് കൂട്ടരും ഗെയിൻ ചെയ്തവരാണ്. Sacrificing partner has the right to get compensation in the form of share of goodwill, and at the same time gaining partner is liable to pay compensation for his gain. അയാൾക്ക് അത് കൊടുക്കാനുള്ള, അതായത് ഒരാൾക്ക് കിട്ടാനുള്ള അർഹത ഉണ്ട് സാക്രിഫൈസ് ചെയ്ത പാർട്ട്ണർക്ക്. കാരണം റിട്ടയർ ചെയ്ത പാർട്ട്ണർക്ക്, നഷ്ടം പറ്റിയ പാർട്ട്ണർക്ക് കോമ്പൻസേഷൻ കിട്ടാനുള്ള അർഹതയുണ്ട്. അതേസമയം ഗെയിൻ ചെയ്ത പാർട്ട്ണർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും ഉണ്ട്. Compensation is adjusted by debiting gaining partner's capital account and crediting sacrificing partner's capital account, including retired partner. Okay.
ഗുഡ് വിൽ ഓഫ് ദി ഫേം നമ്മുടെ മുകളിലുള്ള കേസിൽ 60,000 ആണ് ക്വസ്റ്റനിൽ കാണാം. 60,000 രൂപയാണ് ഗുഡ് വില്. അപ്പോൾ ഇനി നമ്മൾ ഓരോരുത്തരെയും കേസ് എടുക്കാം. എയുടെ സാക്രിഫൈസ് എത്രയാണ്? എ 60,000, അയാളുടെ സാക്രിഫൈസ് 2/30 ആണ്. ഇവിടെ എയുടെ സാക്രിഫൈസ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും 2/30. അപ്പോൾ അയാൾക്ക് സാക്രിഫൈസ് ആണ്, അപ്പോൾ അയാൾക്ക് കോമ്പൻസേഷൻ കിട്ടണം 4,000. സിയുടെ സാക്രിഫൈസ്, സി റിട്ടയർ ചെയ്ത പാർട്ണർ നമുക്കറിയാം, ഉറപ്പാണ് അയാൾക്ക് എന്തായാലും കിട്ടും. അയാളുടേത് 12,000 രൂപയാണ്. 60,000ൻ്റെ 6/30. ബി ഗെയിൻ ചെയ്യുന്നത് എത്രയാണ്? 2,000. 60,000ൻ്റെ 1/30. ഡി ഗെയിൻ ചെയ്യുന്നത് 60,000ൻ്റെ 7/30. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉള്ളത് ഇയാൾക്കാണ്, 14,000 രൂപ. അപ്പോൾ ഈ ഗ്രീനിൽ കാണുന്ന രണ്ടാൾക്കാരും ഗെയിൻ ചെയ്ത ആൾക്കാരും ബ്ലൂ ഉള്ള രണ്ടാൾക്കാരും സാക്രിഫൈസ് ചെയ്ത ആളുകളാണ്. രണ്ടിൻ്റെ എമൗണ്ട് ടോട്ടൽ തുല്യമാണ്, 16,000 അപ്പോൾ എൻട്രി എന്തായിരിക്കും? എൻട്രി ഇതാ ഈ കാൽക്കുലേഷൻ നമ്മൾ റിമൂവ് ചെയ്തതാണ്. ജനറൽ എൻട്രി എന്തായിരിക്കും? ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ആൻഡ് സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ്. ബിയും ഡിയും ഗെയിൻ ചെയ്ത ആളുകളാണ്, നഷ്ടം പറ്റിയ ആളുകൾ എയും സിയുമാണ്. അതിൽ സി റിട്ടയർഡ് പാർട്ട്ണറാണ്, നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഇതാണ് എൻട്രി പാസ് ചെയ്യേണ്ടത്. Goodwill adjusted by crediting sacrificing partners capital account and debiting gaining partners capital account. Sometimes goodwill already appears in the books of the firm at the time of retirement. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ഗുഡ്വിൽ എന്ത് ചെയ്യുന്നു? ഓൾറെഡി ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ഉണ്ട്. ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ഗുഡ്വിൽ ഓൾറെഡി ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ഉണ്ട് എങ്കിൽ, അപ്പോൾ ഇതിൽ പൊതുവേ എന്ത് പറയുന്നില്ല, റേസിംഗ് ഓഫ് ഗുഡ്വില്ലിനെ പറ്റി പറയുന്നില്ല. അതിൽ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്താണ് റേസിംഗ് ഓഫ് ഗുഡ്വിൽ. കാരണം അത് അത്രയധികം റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു പ്രാക്ടീസ് അല്ലാത്തത് കൊണ്ടാണ് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പക്ഷേ ഞാനതിൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് എന്നതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, വളരെ ബ്രീഫായും സിമ്പിളായിട്ടുമാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അത് ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കാം. കാരണം അത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് എന്നുള്ളത് കൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പാടില്ല എന്നില്ല. അതായത് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. Sometimes goodwill may be existing in the books of the firm. ബുക്കിൽ റിട്ടയർമെൻറ്റ് സമയത്ത് ബാലൻസ് ഷീറ്റിൽ ഉണ്ടായേക്കാം ഗുഡ്വിൽ. ഇറ്റ് മേ ബി അപ്പിയറിംഗ് അറ്റ് ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ഓർ മേ ബി സെപ്പറേറ്റ്ലി മെൻഷൻഡ്. അസറ്റ് സൈഡ് കാണിക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. While solving such problems, the first step will be to write off the existing goodwill among all partners, including retired partner in the old ratio. അപ്പോൾ അങ്ങനെയുള്ള റിട്ടയർമെൻറ്റ് സമയത്തൊക്കെ ഏറ്റവും നല്ലത് ഉടൻ തന്നെ റിട്ടയർ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഇത് റൈറ്റ് ഓഫ് ചെയ്തേക്കുക. ഗുഡ്വില്ല് ബാലൻസ് ഷീറ്റുള്ളത് എഴുതി തള്ളിയേക്കുക, ക്യാൻസൽ ചെയ്തേക്കുക. ഗുഡ്വില്ലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഓൾഡ് പാർട്ട്നേഴ്സിന് മുഴുവൻ ഡെബിറ്റ് കൊടുക്കുക ഓൾഡ് റേഷ്യോയിൽ. Then the retiring partner's share of goodwill is ascertained and the same is adjusted to the capital accounts of partners as usual. സാധാരണ പോലെ പിന്നെ ഗെയിനിങ് പാർട്ട്നേഴ്സിന് ഡെബിറ്റും റിട്ടയർഡ് പാർട്ട്ണർക്ക് ക്രെഡിറ്റും കൊടുത്തിട്ട് നോർമൽ ഒരു എൻട്രി, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എൻട്രി പാസ് ചെയ്യാം. റൈറ്റ് ഓഫ് ചെയ്യാനുള്ള എൻട്രി ഇതാണ്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ഗുഡ്വിൽ അക്കൗണ്ട്, ഓൾഡ് റേഷ്യോ ആണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ, ആന്റണി, ബിസോയ് ആൻഡ് ക്ലിമന്റ് are partners in a firm sharing profits and losses in the ratio of 3:2:1. Bisoy is retired. നടുവിലുള്ള ആളാണ് ബിസോയ്. 2/6 retires from the firm on which date there appears goodwill account in the books at 90,000. 90,000 രൂപ അയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നുണ്ട്. But it is agreed to be worth 2,40,000 for the purpose of retirement. പക്ഷെ അതിൻ്റെ യഥാർത്ഥ വില ആ സമയത്ത് പുനർമൂല്യനിർണ്ണയം നടത്തിയപ്പോൾ എത്രയാണ് കണ്ടത്? 2,40,000. Anthony and Clement decide to share future profits in the same relative proportion as before. അപ്പോൾ നേരത്തെ ഉള്ള അതേ റേഷ്യോ, അതായത് 3:1. രണ്ടിൻ്റെ ആളാണല്ലോ പോയത്. 3:1 എന്നുള്ള റേഷ്യോയിൽ അവർ ഷെയർ ചെയ്യാൻ തീരുമാനിക്കുക. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആണ്. ഓൾഡ് റേഷ്യോ 3:1, ന്യൂ റേഷ്യോ 3:1, സെയിം റിലേറ്റീവ് പ്രൊപ്പോർഷൻ. ഇൻ ദിസ് കേസ് ഗെയിനിങ് റേഷ്യോ എന്ത് തന്നെയാണ്, ന്യൂ റേഷ്യോ തന്നെയാണ് 3:1. To solve this problem, there are two steps. In the first step, we want to write off the existing goodwill. In the second step, retired partners' share of goodwill is ascertained and the same is adjusted to the capital accounts of partners. Write off ചെയ്യുമ്പോൾ എൻട്രി ഇതാണ്. എല്ലാ പാർട്ട്നേഴ്സിനും എടുക്കുന്നു. ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1. എൻ്റെ എമൗണ്ട് 90,000 ആണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും 90,000 × 3/6, 2/6, 1/6 നമുക്ക് എമൗണ്ട് കിട്ടും. ഗുഡ്വിൽ മൊത്തം ഇല്ലാതാക്കി. അടുത്ത് നോക്കൂ, ഇപ്പോൾ നമ്മൾ പുനർമൂല്യനിർണ്ണയം ചെയ്തപ്പോൾ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് 2,40,000 ആണ്. 2,40,000ൻ്റെ 2/6, അതായത് പിരിഞ്ഞു പോകുന്ന പാർട്ട്ണർക്ക് കൊടുക്കാനുള്ളത് 80,000, 80,000.
അതിൽ ആൻ്റണിയുടെ അതായത് ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സാക്രിഫൈസ് ചെയ്യുന്നത് ആര് മാത്രമാണ്? റിട്ടയർഡ് പാർട്ട്ണർ മാത്രമാണ്. അപ്പോൾ ആ റേഷ്യോ നോക്കുക, അവരുടെ ഗെയിനിങ് റേഷ്യോ നോക്കുക. ഗെയിനിങ് റേഷ്യോ ന്യൂ റേഷ്യോ സെയിം ആണ്, അപ്പോൾ അതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഈ 80,000 രൂപ ഇയാൾക്ക് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ആര് എത്ര കൊടുക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻ്റണി 3/4 ഗെയിൻ ചെയ്തതായതുകൊണ്ട് ആൻ്റണി 60,000, ക്ലിമൻ്റ് 1/4 ഗെയിൻ ചെയ്തുകൊണ്ട് 20,000 ക്ലിമൻ്റ് കൊടുക്കും. ഈ രണ്ട് എൻട്രിയാണ് നമുക്ക് പ്രധാനമായിട്ടും പാസ് ചെയ്യേണ്ടത്. Just one more topic, hidden goodwill. Sometimes a firm may agree to settle the retiring partners by making a lump sum payment. ഒരു വലിയ തുക, ഒരു എമൗണ്ട് കൊടുത്തിട്ട് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കൊടുത്ത് തീർക്കാറുണ്ട് ചില സമയത്ത്. ദി എമൗണ്ട് പെയ്ഡ് മേ ബി മോർ ദാൻ വാട്ട് ഇസ് ഡ്യൂ ടു ഹിം. അയാൾക്ക് ശരിക്ക് കൊടുക്കേണ്ട തുകയേക്കാളും കൂടിയ തുക ചിലപ്പോൾ റിട്ടയർഡ് പാർട്ട്ണർക്ക് കൊടുത്തിട്ട് സെറ്റിൽ ചെയ്യും. ബേസ്ഡ് ഓൺ ഹിസ് ക്യാപിറ്റൽ ആഫ്റ്റർ മേക്കിംഗ് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലൈക്ക് ഷെയർ ഓഫ് റിവാലുവേഷൻ, ഷെയർ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എക്സെട്ര. അതായത് എല്ലാവിധ കണക്കുകൂട്ടലുകൾക്കും ശേഷം അയാൾക്ക് കൊടുക്കാനുള്ളൊരു തുക ഉണ്ട്. അതിപ്പോൾ 20,000 രൂപ ഉണ്ടാവും, പക്ഷെ കൊടുത്തത് എത്രയാണ്? 25,000 ആണ്. ദെൻ ദി എക്സസ് പെയ്ഡ് ഷാൾ ബി ട്രീറ്റഡ് ആസ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ഗുഡ്വിൽ. അതിനാണ് ഹിഡൻ ഗുഡ്വിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്ര അധികം കൊടുത്തത്? 5,000 രൂപ. ശരിക്കും 20,000 കൊടുക്കേണ്ട സ്ഥാനത്ത് 25,000 കൊടുത്തു. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തും ഹിഡൻ ഗുഡ്വിൽ? സെറ്റിൽമെൻറ്റ് എമൗണ്ട്, അതായത് 25,000 രൂപ മൈനസ് എമൗണ്ട് ഡ്യൂ ടു ദ റിട്ടയറിംഗ് പാർട്ട്ണർ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മൈനസ് 20,000. 25,000 മൈനസ് 20,000 5,000 കിട്ടുന്നു. ക്വസ്റ്റ്യൻ എന്താണ്? P, Q and R are partners sharing profits in the ratio of 3:2:1. R retains from the business. The balance in C's capital after making all adjustments show credit balance of 1,30,000. 1,30,000 രൂപയാണ് ശരിക്കും സിക്ക് കൊടുക്കാനുള്ളത്. സി എന്നുള്ള പാർട്ട്ണറാണ് പിരിഞ്ഞത്. സി പി ക്യു ആർ, ആറാണ് പിരിഞ്ഞത്. നമ്മുടെ തെറ്റിന് സി അല്ല ആർ. ആറിന് കൊടുക്കാനുള്ളത് 1,30,000 ആണ്. പി ആൻഡ് ക്യു അഗ്രി ടു പേ ആർ 1,70,000 rupees in full settlement of ആർസ് അക്കൗണ്ട്. അവിടെ സി വന്നത് ആറാണ്. ആറിൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ 1,30,000 കൊടുക്കേണ്ട സ്ഥാനത്ത് 1,70,000 കൊടുത്തു. 40,000 രൂപ അധികം കൊടുത്തു. ആ 40,000 രൂപ യഥാർത്ഥത്തിൽ എന്താണ്? ഹിഡൻ ഗുഡ്വില്ലാണ്. അപ്പോൾ അതിനുള്ള എൻട്രി എന്താണ്? അത് കൊടുക്കുന്ന സമയത്ത് ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന സമയത്ത് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് കിട്ടണം. അത് ഇവരുടെ പിടിച്ചെടുത്താണ് കൊടുക്കുന്നത്. ഗെയിനിങ് റേഷ്യോ 3:2 ആണ്. അത് ന്യൂ റേഷ്യോ തന്നെയാണ് ഗെയിനിങ് റേഷ്യോ. അപ്പോൾ നമ്മൾ എൻട്രി പാസ് ചെയ്യുന്നു. 40,000-ൻ്റെ 3/5 24,000, 2/5 16,000. അത് പിൻ്റെയും ക്യൂവിൻ്റെയും എടുത്ത് പിടിച്ചെടുത്തിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്ന് നമ്മൾ ഗുഡ്വില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. വളരെ കെയർഫുള്ളായിട്ട് വീഡിയോ കാണുക, പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡിസ്കസ് ചെയ്യും.